കവർ എന്ത് ചെയ്യും? ഫസ്റ്റ് ഇതിനകത്ത് ഇട്ട് വയ്ക്കാം. ബെസ്റ്റ്. ഞാൻ കവറിനകത്ത് പശ സൂക്ഷിക്കുന്നു. നടന്നത് തന്നെ 2 ദിവസം ഞാൻ ഇതുപോലെ ഇട്ട് വയ്ക്കും. 2ാമത്തെ ദിവസം കവർ എവിടെയാ, പശ എവിടെയാണ്, ഞാനിങ്ങനെ ലെൻസ് വെച്ച് ഇങ്ങനെ നോക്കേണ്ട അവസ്ഥയാണ്. നിങ്ങൾ വിചാരിക്കും ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കി ഒതുക്കി ആ സമയത്തിന് മാത്രം എടുക്കുന്നവർ അങ്ങനെയാണെന്നോ. നിങ്ങൾക്ക് എന്നെ അറിയാത്തതുകൊണ്ടാട്ടോ. ഫുൾ ക്ലംസിയാണ് ഞാൻ. എവിടെയൊക്കെ എന്തൊക്കെ കിടക്കുമെന്ന് ദൈവത്തിന് പോലും അറിയത്തില്ല. പിന്നെ ഞാൻ ഒരു മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഒരു സാധനം കണ്ടുപിടിക്കുന്നത്. അതും എൻ്റെ ഒരു ക്രിയേഷൻ വൈകാനുള്ള ഒരു കാരണമാണെന്ന് പറയാം. പറഞ്ഞു വന്ന കാര്യം മറന്നുപോയി. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് ജെ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എന്നെ പോലെയുള്ള ക്ലംസി ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ബോക്സസ് ഒക്കെ ഒരു കൂനയായിട്ട് ഒരു റൂമിൽ കിടക്കും, മറ്റേതൊക്കെ വേറെ എവിടെയെങ്കിലും കിടക്കും. അങ്ങനെയുള്ള കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഇന്ന് ഞാൻ ഒരു വെറൈറ്റി ആയിട്ടുള്ള റീയൂസ് ഐഡിയ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ പേടിക്കേണ്ട, ഡോളും അല്ല സ്കൾപ്ചറും അല്ല, എന്നാൽ എൻ്റെ ക്രിയേറ്റിവിറ്റി വർക്കും ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്രിയേറ്റിവിറ്റിയാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ തംബ്നെയിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ തംബ്നെയിൽ ഏതായാലും ഞാൻ ചെയ്യാൻ പോകുന്ന വസ്തു തന്നെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുപോലെയുള്ള ഒരു ബോക്സിനെ നമുക്ക് എങ്ങനെ ആ തംബ്നെയിൽ കണ്ട സുന്ദരിക്കുട്ടിയായിട്ട് മാറ്റാമെന്ന് നമുക്ക് നോക്കാം. ബെസ്റ്റ്. ഞാനിതൊക്കെ പറഞ്ഞു വീഡിയോ ലോങ് ആണെങ്കിൽ നിങ്ങൾ അവസാനം വരെ കാണൂല, എനിക്കറിയാം. സത്യം പറഞ്ഞാൽ നിങ്ങൾ അവസാനം വരെ വീഡിയോ കാണാറുണ്ടോ? അവസാനം വരെ കാണണേ. ഒന്നുമില്ലെങ്കിൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്നില്ല, പ്ലീസ്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ ഞാൻ ഫെവി ബോണ്ടിൻ്റെ തന്നെ ഒരു കവർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഐ ഡ്രോപ്സ് ബോട്ടിൽ, അത് പിന്നെ സ്ഥിരം നമ്മുടെ ചാനലിൽ ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് ഐ ഡ്രോപ്സ് ബോട്ടിൽ, അത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ 2 സൈഡിലും നമുക്ക് പേപ്പർ ടേപ്പ് ഉപയോഗിച്ചിട്ടൊന്ന് സീൽ ചെയ്ത് കൊടുക്കാം. എന്നാൽ മാത്രമേ അത് ബലമായിട്ടിരിക്കുള്ളൂ. ഇനി നമുക്ക് ഈ കുപ്പി അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുപ്പിയെ നമ്മൾ കവർ ചെയ്തിട്ട് ഒരു ബോൾ പോലെ ആക്കിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ലിഡ് വരുന്ന ഭാഗത്താണ് നമ്മുടെ ഈ ഒരു സ്കൾപ്ചറിൻ്റെ കഴുത്ത് വരിക. അപ്പോൾ ആ ഭാഗമായിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അലുമിനിയം ഫോയിലാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്കത് ആ ബോക്സിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ബോക്സിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്കറിയാം ഇതൊരു റെക്ടാങ്കുലർ ടൈപ്പ് ഓഫ് ബോക്സാണ്. സോ അതിനെ ഒരു ലേഡിയുടെ ഫിഗറിനാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഷേപ്പാക്കി കൊടുക്കേണ്ടതുണ്ട്. കാരണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ന്യൂസ് പേപ്പറും പഴയ പേപ്പറൊക്കെയാണ്. ഇല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ തന്നെ യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലത്. പക്ഷേ അത് നമുക്കിവിടെ മുതലാവില്ല. എനിക്കാണെങ്കിൽ അലുമിനിയം ഫോയിൽ പല ക്രിയേഷനും ആവശ്യമുള്ളതാണ്. അപ്പോൾ അത് അത്രയ്ക്ക് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഭാഗത്ത് മാത്രമേ അലുമിനിയം ഫോയിൽ യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാ ഭാഗത്തും ഇതുപോലെ വേസ്റ്റ് പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു 3/4 സ്കൾപ്ചർ എന്ന് പറയാം. അതായത് ഒരു ലേഡിയുടെ കാൽമുട്ടിന് മുകളിൽ വരെയുള്ള ഭാഗം വരെ അത്രയും ഉള്ള ബോഡിയെ നമ്മളിവിടെ സ്കൾപ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇതൊരു ടേബിൾ ഡെക്കറായിട്ടൊക്കെ നമുക്ക് വയ്ക്കാവുന്നതാണ്, നമ്മളുടെ സ്റ്റഡി ടേബിളിലൊക്കെ ആയിട്ട്. ആ രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എപ്പോഴും നമ്മൾ ഫുൾ ഫിഗറീൻസ് അല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറച്ചൊന്ന് 3/4 കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ഇനി ബാക്കിയുള്ള ബോഡിയൊക്കെ ചെസ്റ്റിൻ്റെ പോർഷനും അതുപോലെ ഡ്രസ്സിൻ്റെ ഒരു ഫ്ലെയേഴ്സ് അതെല്ലാം ഞാനിതുപോലെ അലുമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്തേക്ക് ഞാനിവിടെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഗ്ലൂവും വാട്ടറും വെച്ചിട്ട് അല്ലെങ്കിൽ മോഡ് പോഡ്സ് വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ വൈറ്റ് പേപ്പർ യൂസ് ചെയ്താലും മതി, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ യൂസ് ചെയ്താലും മതി. അപ്പോൾ ഇതിൻ്റെ വലിയ ഫൈനായിട്ടുള്ള സ്ട്രക്ചറൊന്നും വേണമെന്നില്ല കേട്ടോ. കാരണം ഇതിൻ്റെ പുറത്ത് നമ്മൾ ക്ലേ അപ്ലൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വാൾപുട്ടി അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് അത് നമുക്കൊരു പ്രശ്നമല്ല. ഇതേപോലെ കൈകളും ഞാൻ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഒരു ബേസിക് ഷേപ്പ് ഉണ്ടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആദ്യം ഫേസ് സ്കൾപ്റ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പം ഫേസ് സ്കൾപ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് പേപ്പർ ക്ലേ ആണ്. പേപ്പർ ക്ലേ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫേസ് സ്കൾപ്റ്റ് ചെയ്യാം. അപ്പോൾ ഫേസ് സ്കൾപ്റ്റിങ്ങിൻ്റെ എല്ലാ
സ്റ്റെപ്സ് ഒന്നും ഞാനിവിടെ കൊടുക്കുന്നില്ല. ബിക്കോസ് ഞാൻ ഓൾറെഡി ഫേസ് സ്കൾപ്പിംഗ് കാണിച്ചിട്ടുണ്ട്. സ്ഥിരം വ്യൂവേഴ്സിന് എല്ലാവർക്കും അറിയായിരിക്കും. പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാണുന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേസ് സ്കൾപ്റ്റിംഗ് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ പോയി കണ്ടോളൂ. അതുപോലെ പേപ്പർ ക്ലേയുടെ മേക്കിങ്ങും നമ്മൾ ചെയ്തിട്ടുണ്ട്. 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്, 3 റെസിപ്പീസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതും കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയി കണ്ടു നോക്കുക. ഇനി നമുക്ക് ബോഡിയിലേക്ക് കിടക്കാം. ഈ ബോഡി ഫുള്ളായിട്ട് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസും വൈറ്റ് ഗ്ലൂവും വാട്ടറും ചേർത്തിട്ടുള്ള മിക്സറാണ്. അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ ആ ഒരു പൗഡർ കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ച് അലർജി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ എൻ്റെ കയ്യിൽ വാൾപുട്ടി ഉണ്ടായിരുന്നില്ല, അതുപോലെ പേപ്പർ ക്ലേയും തീരാറായിട്ടുണ്ട്, കുറച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിവർത്തിയില്ലാതെ ഞാനിവിടെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് 2 മാസ്ക് ഒക്കെ വെച്ചിട്ട് ഡബിൾ മാസ്കിങ് വെച്ചിട്ട് ആണ് ചെയ്ത് തീർത്തത്. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം, അത് ശ്രദ്ധിച്ച് വെക്കുക. നിങ്ങൾക്ക് പലർക്കും പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ ആ ഒരു പൗഡർ ചിലപ്പോൾ വല്ല തുമ്മലോ ചുമയോ ഒക്കെ ഉണ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം ചെയ്യുക. ആ മാസ്ക് യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യുക. ഇല്ലെങ്കിൽ കയ്യിൽ എന്തെങ്കിലും ചൊറിച്ചിൽ അങ്ങനെ എന്തെങ്കിലും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് മാത്രം ചെയ്യുക. അപ്പോൾ എനിക്ക് അലർജി ഉള്ളതുകൊണ്ട് എനിക്കതറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഞാൻ മാക്സിമം ഇത് അവോയ്ഡ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ ക്ലേ ഒന്നുമില്ല, ഉണ്ടാക്കാനും സമയം ഉണ്ടായില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വാൾപുട്ടിക്കും ഇതിനും പകരം പ്ലാസ്റ്റർ ഓഫ് പാരീസ് യൂസ് ചെയ്തത്. അത് എൻ്റെ കാര്യമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രിക്കോഷനോടുകൂടി കൈകാര്യം ചെയ്യുക. വേറെ തരത്തിലുള്ള ടോക്സിസിറ്റി കുറവുള്ള ഒരു കാര്യം തന്നെയാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. കാൽസ്യം സൾഫേറ്റ് ആണ്, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ എന്നാലും അലർജി ഉള്ളത് ഒന്ന് കോഷ്യസ് ആയിട്ടിരിക്കുക. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് അലർജി, കഫ്, കോവിഡിൻ്റെ പുറമെ ഒമിക്രോൺ അങ്ങനെയെല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു അലർജിയുടെ കാലഘട്ടം തന്നെയാണ്. എൻ്റെ മൂക്ക് ഇപ്പോൾ ഇങ്ങനെ അടിഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട്, കുറച്ച് ചുമയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഞാൻ കൈകൾക്കൊക്കെ പേപ്പർ ക്ലേ തന്നെയാണ് യൂസ് ചെയ്യണത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള പേപ്പർ ക്ലേയുടെ ഒക്കെ ഒരു മിക്സറാണ്. അതാണ് ചില സ്ഥലത്ത് വേറെ കളറായിട്ട് കാണുന്നത്, ബ്രൗൺ ആയിട്ട് കാണുന്നത്. ചില ബ്രൗൺ പേപ്പർ വെച്ചുണ്ടാക്കിയ പേപ്പർ ക്ലേ ഉണ്ടായിരുന്നു. അതുപോലെ വൈറ്റ് പേപ്പർ വെച്ചിട്ട്, ന്യൂസ് പേപ്പർ വെച്ചിട്ട് എല്ലാം കൂടെ മിക്സ്ചറായി ലാസ്റ്റ് വന്നപ്പോൾ. ഈ പുതിയത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പേപ്പർ ഞാനിങ്ങനെ ഒന്ന് അൽക്കാൻ വെച്ചിട്ടേ ഉള്ളൂ. അത് ഉണ്ടാക്കിയിട്ട് വേണം ഇനി. അപ്പോൾ ഈ കൈ സ്കൾപ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് വലിയ കൈകളായതുകൊണ്ട് കുറച്ച് പാട് കിട്ടും ഞാൻ സ്കൾപ്റ്റ് ചെയ്യാൻ. പിന്നെ അതിങ്ങനെ പൊട്ടിയൊക്കെ പോരുന്നുണ്ടായിരുന്നു. പിന്നെ സമയമെടുത്ത് തന്നെ ചെയ്യണം. ഞാനിത് കുറച്ച് ധൃതിപ്പെട്ടാണ് ചെയ്തത്. കുറച്ച് സമയം എടുത്ത് ചെയ്തെനിക്ക് കുറച്ചുകൂടെ നല്ല പെർഫെക്ഷൻ കിട്ടിയേനെ. ഫേസൊക്കെ ഞാനിവിടെ സ്കൾപ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ പുറത്തേക്ക് കുറച്ച് ഉണ്ടായിരുന്ന കുറച്ച് വാൾപുട്ടി ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. വാൾപുട്ടി ബോഡി ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാനുണ്ടായിരുന്നില്ല എന്നാട്ടോ ഞാൻ പറഞ്ഞത്. കുറച്ച് അതിൻ്റെ പേസ്റ്റ് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് ഞാൻ ഫുള്ളായിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുത്തത്. ഇനി നമ്മൾ ഡ്രസ്സ് ഞാനിവിടെ ഫുൾ സ്ലീവാണ് ചെയ്യുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡ് ഉണ്ടല്ലോ ജോർജറ്റ് ഡ്രസ്സസ്, അതിൻ്റെ ഫുൾ സ്ലീവ്, ബലൂൺ സ്ലീവ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡ്രസ്സ് എനിക്കുണ്ട്. അപ്പോൾ ആ ഡ്രസ്സിൻ്റെ സ്ലീവ് പോലെ അടിയിൽ കുറച്ച് ഇലാസ്റ്റിക് ഒക്കെ വന്നിട്ടുള്ള ഒരു സ്ലീവാണ്. അതുപോലെ ഞാൻ ഇവിടെയും കൊടുക്കുന്നുണ്ട്. കുറച്ച് പഫി ആയിട്ടുള്ള ഒരു എൻഡിങ് ആണ് ആ ഒരു ഡ്രസ്സിൻ്റെ സ്ലീവിലുള്ളത്. അതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇനി നെക്ക് ഞാനൊരു വി നെക്കാണ് കൊടുക്കുന്നത്. അവിടെ മാത്രം നമ്മൾ ക്ലേ എടുത്തിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. ഇതെല്ലാം പേപ്പർ ക്ലേ ആണ് കേട്ടോ. ഞാനിവിടെ കോൾപോസ്ലീനോ വേറെ ഒന്നും യൂസ് ചെയ്തിട്ടൊന്നുമില്ല. ഇനി നമുക്ക് കൈ ഇതുപോലെ കമ്പി വെച്ചിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. എല്ലാം പേപ്പറല്ലേ, നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ എളുപ്പമാണ്. ഇനി ഇതുപോലെ 2 കൈയും ഇതേപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 കൈയും താഴോട്ടിടുന്ന പോലെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇതൊരു 3/4 സ്കൾപ്ചർ ആയതുകൊണ്ട് ഫുൾ ബോഡി ഇല്ലല്ലോ. അപ്പം കൈ താഴോട്ടിടുമ്പോൾ അത്രയ്ക്കൊരു ഭംഗി തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ മടക്കി വെച്ചേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്പി ഇല്ലാതെയും ഈ കൈകൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലൂ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പം എനിക്ക് അങ്ങനെ ഒട്ടി നിൽക്കാത്തതുകൊണ്ടാണ് ഞാനൊരു കമ്പിയും കൂടി ഇൻസേർട്ട് ചെയ്തിട്ട് കൈകൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഫ്ലെക്സ് ക്യൂക്ക് വെച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തത്. ഇനി നമുക്ക് ഹെയർ സ്കൾപ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പേപ്പർ ക്ലേ തന്നെയാണ് എടുത്തിട്ടുള്ളത്.
അപ്പോൾ അതിന് വേറെ ഒന്നും വെച്ച് കഴിഞ്ഞാൽ അത്രയും ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ക്ലേ തന്നെ വേണം നമ്മുടെ ഇഷ്ടത്തിന് ഷേപ്പ് ആക്കാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ പേപ്പർ ക്ലേനെ യൂസ് ചെയ്യണത്. ഞാൻ എൻ്റെ പല ഡോൾസിനും അതുപോലെ സ്കൾപ്ചേഴ്സിനും ഒക്കെ ലോങ് ഹെയർ ആണ് വെക്കാറ്, അല്ലെങ്കിൽ പുട്ടപ്പ് ചെയ്ത ഹെയർ ആണ് വെക്കാറ്. ഞാനൊരു ഷോർട്ടായിട്ടുള്ള ഒരു ഹെയർ അങ്ങനെ വളരെ കുറച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു സ്കൾപ്ചറിന് ഹെയർ വന്നിട്ട് കുറച്ച് ഷോർട്ടായിട്ട് ചെയ്യാമെന്ന്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു തരത്തിലുള്ള ഹെയർ ചെയ്യണത്. അതിൻ്റെ ഒരു സൈഡിൽ ഒരു കുറച്ച് ബ്രൈഡഡ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഹെയർ സ്റ്റൈലായിട്ട് എനിക്ക് തോന്നി. എന്നിട്ട് സൈഡിലേക്ക് കുറച്ചിങ്ങനെ പൊക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലെല്ലാം നമ്മളിതുപോലെ ഇംപ്രഷൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ടൂൾസ് വെച്ചിട്ട്. ടൂൾസ് ഇല്ലെങ്കിൽ നീഡിൽ ഉപയോഗിച്ചോളൂ കേട്ടോ. അത് എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുള്ളതാണ്. എൻ്റെ കയ്യിൽ ടൂളുള്ളതുകൊണ്ട് മാത്രം ഞാനതങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ. ഞാൻ ഈ ഒരു ക്രാഫ്റ്റ് മെറ്റീരിയൽ വീഡിയോ ചെയ്യുന്നുണ്ട്, അപ്പോൾ വിശദമായിട്ട് പറഞ്ഞുതരാം കേട്ടോ ഞാൻ ഏതൊക്കെ ടൂളാണ് യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കുകയും ചെയ്യാം. ഞാനെല്ലാം ഓൺലൈനിൽ നിന്നാണ് പർച്ചേസ് ചെയ്യാറ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് വലിയ ക്രാഫ്റ്റ് ഷോപ്പ് അങ്ങനെയൊന്നുമില്ല, അതുകൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും അവിടെയൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഞാൻ ഓൺലൈനിൽ നിന്നാണ് മാക്സിമം എല്ലാം പർച്ചേസ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ കൈകൾ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഫിക്സ് ചെയ്യാണ്. ഒരു കൈ ഇങ്ങനെ താടിക്ക് കൈ കൊടുത്ത് ഇങ്ങനെ നിൽക്കുക, ആശ്ചര്യപ്പെട്ട് ആ രീതിയിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. നമുക്ക് സ്ലീവ്സിൽ ഒരു പഫ് പോലെ ഇംപ്രഷൻസ് കൊടുക്കാം, കുറച്ച് ക്ലേ അപ്ലൈ ചെയ്തിട്ട്. കാരണം നമ്മൾ ഒട്ടിച്ചൊന്നും കാണരുത്, അവിടെ ഒരു വിടവ് ഉണ്ടാവും. അതൊക്കെ നിർത്തിയിട്ട് കുറച്ച് ക്ലേ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു കുഞ്ഞ് കമ്മൽ ഹാങ്ങിങ് പോലെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ട് ഉണക്കിയെടുക്കണം കേട്ടോ. ഉണങ്ങിയതിന് ശേഷം പെയിൻറ്റ് ചെയ്യുകയാണ്. ഞാനിവിടെ ഒരു മീഡിയം സ്കിൻ ടോൺ ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്കിൻ ടോൺസ് എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത് എന്നുള്ളത് സെപ്പറേറ്റ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. അപ്പോൾ അത് അങ്ങനത്തെ ഒന്നും ആരും എന്നോട് ഡൗട്ടൊന്നും ചോദിക്കാറില്ല. ഏതൊക്കെ കളറ് മിക്സ് ചെയ്യുന്നത് മാത്രമേ ചോദിക്കാറുള്ളൂ. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യാം. അപ്പോൾ ഇതിൽ സ്കിൻ ടോൺ ഉണ്ടാക്കുന്ന നമുക്ക് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെസിഫിക് ആയിട്ടൊന്നും കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ തന്നെ ട്രൈ ചെയ്താണ്. എന്നാലും അതിനെ പറ്റിയൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് കാണിക്കാം. ഇനി നമുക്ക് ഫേസ് വരച്ചു കൊടുക്കാം, കണ്ണും ഒക്കെ വരച്ചു കൊടുക്കാം. അപ്പോൾ എനിക്ക് മിക്കവാറും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, ഞാൻ കണ്ണ് സ്കൾപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഐലിഡ് സ്കൾപ്റ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ സ്കൾപ്റ്റ് ചെയ്യുന്ന ഒരു കണ്ണ് വലുതായിട്ടും ഒരു കണ്ണ് ചെറുതായിട്ടും ഒക്കെ പോവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, പലപ്പോഴും എനിക്കങ്ങനെ മിസ്റ്റേക്ക് പറ്റാറുണ്ട്. പക്ഷേ ഞാൻ പെയിൻറ്റ് ചെയ്തൊക്കെ വരുമ്പോൾ ഞാനത് ഈക്വലാക്കും എങ്ങനെയെങ്കിലും. പക്ഷേ എന്നാലും എനിക്ക് കണ്ണിൻ്റെ അവിടെ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്ന് എപ്പോഴും തോന്നും. അതുപോലെ കണ്ണെപ്പോഴും വലുതായി പോവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എനിക്കിനിയും. ഞാൻ ഫേസ് പെയിൻറ്റിങ്ങിന് ഒരു വീഡിയോ സെപ്പറേറ്റ് വേറെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഫേസിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു കോട്ട് ക്ലിയർ വാർണിഷ് ഇതുപോലെ അടിച്ചു കൊടുക്കാം, നമ്മൾ ഫേസിന് പെയിൻ്റ് അടിച്ച ഏരിയാസിൽ മാത്രം. അപ്പോൾ അത് ഓപ്ഷണലാണ്. പക്ഷെ ഞാനിവിടെ ഹെയർ ഒക്കെ പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പാണ് ഫേസ് എൻഹാൻസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്ലാക്ക് പെയിൻ്റൊക്കെ ഫേസിലായി കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ആദ്യം മുതൽ ഫേസ് എൻഹാൻസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ആദ്യമേ ഒന്ന് വാട്ടർ പ്രൂഫ് ആക്കി എടുത്തന്നേ ഉള്ളൂ. അത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. വാർണിഷിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് നമ്മളുടെ ക്രാഫ്റ്റ് മെറ്റീരിയൽ വീഡിയോ ചെയ്യുമ്പം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഡ്രസ്സിന് ഡിസൈൻസ് ഒക്കെ കൊടുക്കുക. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഞാനൊരു ഫ്ലോറൽ ഡിസൈൻസാണ് കൊടുക്കുന്നത്. ഒന്നുമില്ല, വെറുതെ സാധാരണ നമ്മൾ ബോട്ടിൽ ആർട്സിലൊക്കെ കാണുന്നത് പോലെ ജസ്റ്റ് ഫ്രീ ഹാൻഡഡ് ആയിട്ട് കുറച്ച് യെല്ലോ ഫ്ലവേഴ്സ് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് പിങ്ക് കളറിൽ ഇതുപോലെ ഒരു ഫ്ലവർ എഫക്റ്റ് കൊടുക്കുന്നുണ്ട്. വലിയ ഒരു പെർഫെക്ഷൻ ഒന്നും നോക്കണ്ട, അങ്ങോട്ട് വരച്ചു കൊടുത്താൽ മതി. കാരണം ഇത് ടെക്സ്റ്റൈലാണ്, ഒരു ഡ്രസ്സിലുള്ള ഡിസൈൻസ് പോലെ നമുക്ക് തോന്നിയാൽ മതി. കാരണം അതിൽ കൂടുതൽ പെർഫെക്ഷൻ നോക്കിപ്പോയാൽ നമ്മൾ കുറേ നേരം ഇരുന്ന് പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ക്രിയേഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഡ്രസ്സും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് ഫുൾ ലെങ്ത്തിൽ ചെയ്തിരുന്നെങ്കിൽ നല്ല ഭംഗിയായിട്ടുണ്ടാവും എന്ന്. പക്ഷേ എന്തായാലും അത്രയും ചെയ്യാനുള്ള മെറ്റീരിയൽ ഒന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൽ പണിയെടുക്കാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ബോറടിക്കും. സോ അതുകൊണ്ട് ഞാനിങ്ങനെ തന്നെ കീപ്പ് ചെയ്യാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഫുൾ ലെങ്ത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ബോക്സും കൂടെ ഇതേപോലെ എടുത്തിട്ട്
താഴോട്ട് ആ ഒരു സ്കേർട്ടിൻ്റെ പോർഷൻ കുറച്ചുകൂടെ നന്നായിട്ട് വിടർത്തിയെടുത്താൽ മതിയാവും പേപ്പറൊക്കെ വെച്ചിട്ട് സെയിം മെത്തേഡിൽ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ക്രിയേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വല്ല കമ്മലും ഒക്കെ ആ കയ്യിൽ ഇങ്ങനെ തൂക്കിയിട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. പ്രത്യേകിച്ച് ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു സാധനമൊക്കെ വേണമെങ്കിൽ കയ്യിൽ ഇങ്ങനെ ഹാങ് ചെയ്തിടാനും ഒക്കെ പറ്റും. നമുക്കിതൊരു ടേബിൾ ഡെക്കറായിട്ടൊക്കെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഒരു യൂണീക്ക് ആയിരിക്കും, ഒരു പ്രത്യേക ഒരു ഭംഗിയൊക്കെ ആയിരിക്കും ഇതുപോലെയൊക്കെ ചെയ്ത് വെച്ചാൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും, ആദ്യമായിട്ടാണ് ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് തിങ്കളാഴ്ച കാണാം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഒക്കെ ഇരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. Cheers!